ഫ്രാൻസും മെക്സിക്കോയും തമ്മിലുള്ള ഫുട്ബോൾ മത്സരം ഉറുഗ്വേയിലെ പോസിത്തോ സ്റ്റേഡിയത്തിൽ അരങ്ങേറുകയാണ്. കളിയുടെ 19-ാം മിനിറ്റിൽ വലതു വിങ്ങിലൂടെ ഫ്രാൻസിന്റെ ഒരു മുന്നേറ്റം ആരംഭിക്കുകയായി. ഏണസ്റ്റ് ലിബരേത്തി ആ നീക്കം മെക്സിക്കോയുടെ പെനാൽറ്റി ഏരിയയ്ക്ക് തൊട്ടരികെ വരെ എത്തിച്ചു. അവിടെ മെക്സിക്കൻ ഡിഫൻഡേഴ്സ് ഒരു മികച്ച പ്രതിരോധം തീർത്തു. മുന്നോട്ട് നീങ്ങാനാകാതെ ഏണസ്റ്റ് വലഞ്ഞപ്പോഴേക്കും ഫ്രാൻസിന്റെ മിഡ്ഫീൽഡറായിരുന്ന ലൂസിയൻ ലോറന്റ് പെനാൽറ്റി ബോക്സിലേക്ക് കുതിച്ചെത്തി. ഉടനെ പ്രതിരോധ നിരയെ മറികടക്കാനായി ഒരു ഉയർന്ന ക്രോസ് ഏണസ്റ്റ് ഗോൾ മുഖത്തേക്ക് നീട്ടി നൽകി. അവിടെ കാത്തു നിന്നിരുന്ന ലൂസിയൻ പന്ത് നിലം തൊടുന്നതിന് തൊട്ടു മുൻപ് തന്നെ ഒരു വോളിയിലൂടെ അത് ഗോൾ വലയിലേക്ക് പായിച്ചു. മെക്സിക്കൻ ഗോൾ കീപ്പറെ മറികടന്ന് ആ പന്ത് ചെന്നു പതിച്ചത് ചരിത്ര താളുകളിലേക്കാണ്. ഫാക്ടറി ജോലിയുടെ ഇടവേളകളിൽ ഫുട്ബോൾ കളിക്കാൻ സമയം കണ്ടെത്തിയിരുന്ന ലൂസിയൻ ലോറന്റ് വെറും 5000 താഴെ മാത്രം വരുന്ന കാണികൾക്ക് മുൻപിൽ വെച്ച് തത്സമയ സംപ്രേഷണമോ പരസ്യ കമ്പനികളുടെ സാന്നിധ്യമോ ഇല്ലാത്ത ഒരു വേദിയിൽ നിന്ന് 1930 ജൂലൈ 13 നേടിയ ആ ഗോൾ ചരിത്ര പ്രാധാന്യം ഉള്ളതാകാൻ കാരണം ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ചരിത്രത്തിലെ ആദ്യ ഗോളായിരുന്നു അത് എന്നതിനാലാണ്. ലോകം മുഴുവൻ ഒരു പന്തിനൊപ്പം സ്പന്ദിക്കാനും ഗോൾ വല കുലുങ്ങുമ്പോൾ മനുഷ്യർ കരയാനും ചിരിക്കാനും ലോകത്തിന്റെ മുക്കിലും മൂലയിലും TV സ്ക്രീനിന് മുൻപിൽ രാത്രികളിലെ ഉറക്കത്തെ മാറ്റി നിർത്തി ഒത്തൊരുമിച്ച് കളി കാണാനും തുടക്കമിട്ടത് ആ ഗോൾ നിമിഷം മുതലാണ്. 23-ാം ഫുട്ബോൾ ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങും നിറയുമ്പോൾ 96 വർഷങ്ങൾക്ക് മുൻപ് ഇത്രയൊന്നും പകിട്ടില്ലാതെ സംഘടിപ്പിക്കപ്പെട്ട ആദ്യ വേൾഡ് കപ്പിന്റെ ആരംഭ കാരണങ്ങളിലേക്കും അന്നത്തെ കളികളിലെ വിജയങ്ങളെയും വിവാദങ്ങളെയും ഓർത്തെടുക്കുകയാണ് ഓർമ്മകളിൽ ഒരിടത്തിന്റെ ഈ അധ്യായത്തിൽ. BC 2-ാം നൂറ്റാണ്ടിൽ ചൈനയിലെ സൂച്ചു എന്ന വിനോദത്തിൽ തുടങ്ങി 19-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിലൂടെ വളർന്ന് വലുതായതാണ് ലോകം കീഴടക്കിയ കാൽപന്ത് കളി. 1900 പാരീസ് ഒളിമ്പിക്സോടനുബന്ധിച്ച് ബ്രിട്ടൻ, ഫ്രാൻസ്, ബെൽജിയം എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള 3 ഫുട്ബോൾ ക്ലബ്ബുകളുടെ പ്രദർശന മത്സരം നടത്തപ്പെടുകയുണ്ടായി. പതിയെ പതിയെ ഫുട്ബോളിന്റെ ജനപ്രീതി വർദ്ധിച്ചു വന്നതോടെ മത്സരങ്ങൾക്ക് നിയമങ്ങളും നിയന്ത്രണങ്ങളും കൊണ്ടുവരാനായി ഒരു ആഗോള സംഘടന ആവശ്യമായി വന്നു. അങ്ങനെയാണ് 1904 മെയ് 21 പാരീസ് ആസ്ഥാനമായ ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡി ഫുട്ബോൾ അസോസിയേഷൻ അഥവാ ഫിഫ നിലവിൽ വരുന്നത്. 1908 മുതൽ ഒളിമ്പിക്സിലെ ഒരു ഔദ്യോഗിക ഇനമായി ഫുട്ബോൾ സ്ഥാനം പിടിക്കുകയും മത്സരങ്ങളുടെ നടത്തിപ്പ് ഫിഫ ഏറ്റെടുക്കുകയും ചെയ്തു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പ്രൊഫഷണൽ ഫുട്ബോൾ ക്ലബ്ബുകൾ രൂപപ്പെട്ടു വരുന്ന ആ കാലയളവിൽ ഒളിമ്പിക്സ് ഫുട്ബോളിന് അമച്ചർ തലത്തിൽ നിന്ന് ഉയർത്താനുള്ള ഫിഫയുടെ ശ്രമങ്ങൾക്ക് പക്ഷേ ഒളിമ്പിക് കമ്മിറ്റി തടസ്സം നിന്നു. ഇതിനെ തുടർന്ന് ഫിഫയ്ക്കും ഒളിമ്പിക് കമ്മിറ്റിക്കും ഇടയിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഒടുവിൽ 1932 ഒളിമ്പിക്സിൽ ഫുട്ബോൾ ഉണ്ടാകില്ലെന്ന കമ്മിറ്റിയുടെ പ്രഖ്യാപനത്തിലാണ് കലാശിച്ചത്. 1928 ഈ തീരുമാനത്തിന് മറ്റൊരു പ്രഖ്യാപനത്തിലൂടെയാണ് ഫ്രഞ്ച് ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായ ഹെൻറി ഡ്യുലനോയ് മറുപടി നൽകിയത്. ഫുട്ബോളിന് വളരാൻ ഒളിമ്പിക്സിന്റെ ആവശ്യമില്ല. 1928 മെയ് 6 ആംസ്റ്റർഡാമിൽ ചേർന്ന ഫിഫ കൗൺസിലിൽ അന്നത്തെ പ്രസിഡന്റായിരുന്ന യൂൾസ് റിമേ ലോക ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് എന്ന ആശയം അവതരിപ്പിച്ചു. ഫിഫയിലെ 41 അംഗരാജ്യങ്ങൾ റിമേയുടെ ഈ സ്വപ്ന പദ്ധതിയെ ഐക്യകണ്ഠേന അംഗീകരിച്ചു. ലോക ചാമ്പ്യൻഷിപ്പിന് ആതിഥേയത്വം വഹിക്കാൻ യൂറോപ്പിൽ നിന്നും ഇറ്റലി, സ്വീഡൻ, നെതർലാൻഡ്സ്, സ്പെയിൻ, ഹംഗറി എന്നീ രാജ്യങ്ങളും തെക്കൻ അമേരിക്കയിൽ നിന്നും ഉറുഗ്വേയും മുന്നോട്ട് വന്നു. നീണ്ട ചർച്ചകൾക്കൊടുവിൽ ആദ്യ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേദിയാകാൻ ഭാഗ്യം ലഭിച്ചത് ഉറുഗ്വേക്കായിരുന്നു. ആ തീരുമാനത്തിലേക്ക് നയിച്ച കാരണങ്ങൾ 3 ആയിരുന്നു. ഒന്ന്, 1924, 28 വർഷങ്ങളിലെ ഒളിമ്പിക്സ് ഫുട്ബോൾ ജേതാക്കൾ ഉറുഗ്വേയായിരുന്നു. 2, 1930 എന്നത്
ഉറുഗ്വേയുടെ സ്വതന്ത്ര ലബ്ധിയുടെ 100ാം വാർഷികമായിരുന്നു. 3. ലോകകപ്പിന്റെ സമ്പൂർണ്ണ ചെലവ് ഏറ്റെടുക്കാൻ ഉറുഗ്വേ സന്നദ്ധമായിരുന്നു. ഒരു ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രം ആതിഥേയ രാജ്യമായതോടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പല യൂറോപ്യൻ രാജ്യങ്ങളും വിസമ്മതം പ്രകടിപ്പിച്ചു. 1929 ഗ്രേറ്റ് ഡിപ്രഷൻ മൂലമുണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഈ തീരുമാനത്തിന് പ്രേരക ശക്തിയായി. അറ്റ്ലാന്റിക് സമുദ്രം താണ്ടിയുള്ള കപ്പൽ യാത്രയുടെ ഭീമമായ ചെലവാണ് പല രാഷ്ട്രങ്ങളുടെയും ഉറുഗ്വേയിൽ പന്ത് തട്ടാനുള്ള മോഹത്തെ തടഞ്ഞിട്ടത്. എന്നിട്ടും 16 രാജ്യങ്ങളാണ് ആ ലോകകപ്പിന് ആദ്യം സമ്മതം മൂളിയത്. 7 പേർ തെക്കേ അമേരിക്കയിൽ നിന്ന്: അർജന്റീന, ബ്രസീൽ, ബൊളീവിയ, ചിലി, പരാഗ്വേ, പെറു, ഉറുഗ്വേ. വടക്കേ അമേരിക്കയിൽ നിന്ന് അമേരിക്ക, മെക്സിക്കോ. യൂറോപ്പിൽ നിന്ന് കടൽ കടന്ന് എത്തിയവർ 4 പേർ: ബെൽജിയം, ഫ്രാൻസ്, റുമേനിയ, യുഗോസ്ലാവിയ. ആഫ്രിക്കൻ രാജ്യമായ ഈജിപ്തിന് പാതി വഴിയിൽ മടങ്ങി പോകേണ്ടി വന്നു എന്നത് ഒരു തീരാ നഷ്ടമായിരുന്നു. മെഡിറ്ററേനിയൻ കടലിൽ വീശിയടിച്ച ഒരു കൊടുങ്കാറ്റ് ഫ്രാൻസിലേക്ക് എത്താനുള്ള അവരുടെ യാത്രയുടെ വേഗത കുറച്ചു. അതോടെ ഫ്രാൻസിൽ നിന്നും തെക്കേ അമേരിക്കയിലേക്കുള്ള ദ ഫ്ലോറിഡ എന്ന കപ്പലിൽ കയറാൻ അവർക്ക് സാധിക്കാതെ പോയി. കാൽപന്തല്ല, കടലിലെ കാറ്റാണ് ഞങ്ങളെ തോൽപ്പിച്ചതെന്നാണ് ഈജിപ്ഷ്യൻ പ്രതിനിധികൾ അന്ന് ഫിഫയ്ക്ക് ടെലഗ്രാം അയച്ചത്. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാനും തായ്ലാന്റും അവസാന നിമിഷം തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോയതോടെ 16 പകരം 13 രാജ്യങ്ങളാണ് ആദ്യ ലോകകപ്പിനായി ബൂട്ടണിഞ്ഞത്. 1930 ജൂലൈ 13 മുതൽ 30 വരെയുള്ള തീയതികളിൽ ഉറുഗ്വേ തലസ്ഥാനമായ മോണ്ടിവീഡിയോയിലെ 3 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് ആദ്യ ലോകകപ്പ് ഫുട്ബോൾ കളിച്ചു തീർത്തത്. പോസിത്തോസ്, ഗ്രാൻഡ് പാർക്കെ സെൻട്രൽ എന്നിവയായിരുന്നു നിലവിൽ ഉറുഗ്വേ തലസ്ഥാനത്തുണ്ടായിരുന്ന സ്റ്റേഡിയങ്ങൾ. യഥാക്രമം 10,000, 20,000 എന്നിങ്ങനെയായിരുന്നു ആ സ്റ്റേഡിയങ്ങളിലെ ഇരിപ്പിടങ്ങളുടെ എണ്ണങ്ങൾ. വേൾഡ് കപ്പിനായും തങ്ങളുടെ 100ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചും ഉറുഗ്വേയിൽ പണിതുയർത്തിയ കളിക്കളമായിരുന്നു സെന്റിനേരിയോ സ്റ്റേഡിയം. 2030 ഫുട്ബോൾ വേൾഡ് കപ്പ് അതിന്റെ 100ാം വാർഷിക ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുമ്പോൾ ആദ്യ മത്സരം അരങ്ങേറുന്നത് ഈ സ്റ്റേഡിയത്തിലായിരിക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. 90,000 പേർക്ക് ഇരിക്കാവുന്ന ഇതിന്റെ പണി 1930 പൂർത്തിയാകുമ്പോൾ യൂറോപ്പിന് പുറത്തുള്ള ഏറ്റവും വലിയ സ്റ്റേഡിയം എന്ന ഖ്യാതിയാണ് സെന്റിനേരിയോ സ്റ്റേഡിയം നേടിയെടുത്തത്. ആദ്യ ലോകകപ്പിലെ 18 മത്സരങ്ങളിൽ ഫൈനലടക്കം 10 മത്സരങ്ങൾക്ക് ഈ വേദിയാണ് സാക്ഷ്യം വഹിച്ചത്. പക്ഷേ പണി പൂർത്തിയായിരുന്നില്ല എന്നതിനാൽ ഉദ്ഘാടന മത്സരങ്ങൾ മറ്റ് 2 സ്റ്റേഡിയങ്ങളിലായിട്ടാണ് അരങ്ങേറിയത്. യോഗ്യതാ മത്സരങ്ങളില്ലാതെ സംഘടിപ്പിക്കപ്പെട്ട ഏക ഫുട്ബോൾ വേൾഡ് കപ്പായിരുന്നു 1930 പങ്കെടുക്കുന്ന 13 ടീമുകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരക്രമം ഒരുക്കിയത്. ഗ്രൂപ്പ് വിജയികൾ നേരിട്ട് സെമിയിലേക്ക് പ്രവേശിക്കും. ഗ്രൂപ്പ് 1 മാത്രം 4 ടീമുകൾ ഉൾപ്പെട്ടിരുന്നു. മറ്റ് 3 ഗ്രൂപ്പുകളിൽ 3 പേർ വീതം. ഗ്രൂപ്പ് 1 ഫ്രാൻസ്, മെക്സിക്കോ മത്സരവും ഗ്രൂപ്പ് 4 അമേരിക്ക, ബെൽജിയം പോരാട്ടവുമായിരുന്നു ആദ്യ ലോകകപ്പിലെ ഉദ്ഘാടന മത്സരങ്ങൾ. പോസിത്തോ സ്റ്റേഡിയത്തിൽ ഫ്രാൻസും മെക്സിക്കോയും ഏറ്റുമുട്ടിയപ്പോൾ ഗ്രാൻഡ് പാർക്കയിൽ അമേരിക്കയും ബെൽജിയവും തമ്മിൽ കൊമ്പുകോർത്തു. 3-0 എന്ന സ്കോറിന് അമേരിക്ക വിജയക്കൊടി പാറിവെച്ചപ്പോൾ 4-1 എന്ന ഗോൾ വ്യത്യാസത്തിലായിരുന്നു ഫ്രാൻസിന്റെ വിജയം. ആ മത്സരത്തിലാണ് ഫ്രാൻസിന്റെ ലൂസിയൻ ലോറന്റ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഗോൾ നേടിയത്. അർജന്റീന, ചിലി, ഫ്രാൻസ്, മെക്സിക്കോ എന്നിവർ അടങ്ങിയതായിരുന്നു 1ാം ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിലെ അർജന്റീന ഫ്രാൻസ് മത്സരം ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിവാദ മത്സരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇരു ടീമുകളും ഒപ്പത്തിനൊപ്പം മുന്നേറ്റങ്ങൾ നടത്തിയ കളിയുടെ 81ാം മിനിറ്റിൽ അർജന്റീന ലൂയിസ് മോണ്ടിയുടെ ഒരു ഫ്രീ കിക്കിലൂടെ ലീഡ് എടുക്കുന്നു. 84ാം മിനിറ്റിൽ ഫ്രാൻസിന്റെ മാർസൽ ലാംഗില്ലർ അർജന്റീനിയൻ പ്രതിരോധ കോട്ടയെ പൊളിച്ച് ഒരു സമനില ഗോളിന് അരികിലെത്തിയപ്പോഴാണ് അൽമേഡ് റെഗോ എന്ന ബ്രസീലിയൻ റെഫറി ഫൈനൽ വിസിൽ ഊതിയത്.
കളി തീരാൻ അപ്പോഴും 6 മിനിറ്റ് ബാക്കിയുണ്ടായിരുന്നു. കളിക്കാർക്കൊപ്പം പ്രതിഷേധമുയർത്തി കാണികളും ഗ്രൗണ്ടിലിറങ്ങി. പോലീസ് ഇടപെട്ട് കാര്യങ്ങളെ നിയന്ത്രണാധീനമാക്കി കളി പുനരാരംഭിക്കാൻ തീരുമാനിച്ചപ്പോഴേക്കും പല അർജന്റീനിയൻ കളിക്കാരും കുളിക്കാൻ തയ്യാറെടുത്തിരുന്നു. എല്ലാവരെയും ഒരുമിപ്പിച്ചു കൂട്ടി കളി തുടർന്നുവെങ്കിലും ഫ്രാൻസിന് പരാജയത്തെ മറികടക്കാനായില്ല. ഈ ഗ്രൂപ്പിൽ തന്നെ ചിലി ഫ്രാൻസ് മത്സരത്തിന്റെ 30-ാം മിനിറ്റിലാണ് ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ പെനാൽറ്റി വിധിക്കപ്പെട്ടത്. ചിലിയുടെ കാർലോസ് ബിദാൽ എടുത്ത ആ കിക്ക് പക്ഷേ ഫ്രഞ്ച് ഗോളി അലക്സെ ദേപ്പോ കുത്തി അകറ്റുകയാണ് ഉണ്ടായത്. ഒന്നാം ഗ്രൂപ്പ് ജേതാക്കൾ ആരെന്നറിയാൻ ഗ്രൂപ്പിലെ അവസാന മത്സരമായ അർജന്റീന ചിലി പോരാട്ടം വരെ കാത്തിരിക്കേണ്ടി വന്നു. ആ മത്സരത്തിൽ 3-1 ചിലിയെ തോൽപ്പിച്ച അർജന്റീന ഗ്രൂപ്പിൽ 1-ാം സ്ഥാനവും സെമി ബർത്തും ഉറപ്പിച്ചു. ബ്രസീൽ, ബൊളീവിയ, യുഗോസ്ലാവിയ എന്നിവരടങ്ങിയ 2-ാം ഗ്രൂപ്പിൽ ബ്രസീലായിരുന്നു ശക്തർ. പക്ഷേ ആദ്യ മത്സരത്തിൽ യുഗോസ്ലാവിയയോട് 2-1 അപ്രതീക്ഷിതമായി പരാജയപ്പെട്ടതോടെ അവരുടെ സാധ്യതകൾ മങ്ങി. സ്വാഭാവികമായും യുഗോസ്ലാവിയ 2-ാം ഗ്രൂപ്പിൽ നിന്നും സെമിയിലേക്ക് ചുവടുവെച്ചു. ഗ്രൂപ്പ് 3-ലായിരുന്നു ആതിഥേയരായ ഉറുഗ്വേ, പെറു, റുമേനിയ എന്നിവരായിരുന്നു മറ്റു ടീമുകൾ. പെറുവും റുമേനിയയും തമ്മിലുള്ള ആദ്യ ഗ്രൂപ്പ് മത്സരത്തിലാണ് ടൂർണമെന്റിലെ വേഗതയാർന്ന ഗോൾ പിറന്നത്. കളിയുടെ 50-ാം സെക്കൻഡിലാണ് റൊമേനിയയുടെ ആദൽബർട്ട് ദേഷു മിന്നൽ ഗോൾ നേടിയത്. പക്ഷേ ആ മത്സരം ചരിത്രത്തിൽ ഇടം പിടിച്ചത് മറ്റൊരു മന്ദതയുടെ പേരിലാണ്. ലോകകപ്പിന്റെ ഇന്നോളമുള്ള ചരിത്രത്തിൽ ഏറ്റവും കുറവ് കാണികൾ വീക്ഷിച്ച മത്സരമായിട്ടാണ് അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2400 എന്നതാണ് ഔദ്യോഗിക കണക്കെങ്കിലും യഥാർത്ഥ സംഖ്യ അതിലും കുറവായിരുന്നു എന്നാണ് സാക്ഷിമൊഴികൾ. ശതാബ്ദി സ്റ്റേഡിയത്തിന്റെ പണി തീരാൻ ഉണ്ടായിരുന്നതിനാൽ ലോകകപ്പ് ആരംഭിച്ചതിന്റെ 5-ാം ദിവസം മാത്രമാണ് ആതിഥേയരായ ഉറുഗ്വേ കളിക്കളത്തിലിറങ്ങിയത്. സെന്റിനാരിയോ സ്റ്റേഡിയത്തിലെ ആദ്യ മത്സരത്തിൽ ഉറുഗ്വേ പെറുവിനെ 1-0 പരാജയപ്പെടുത്തി ചരിത്രം സൃഷ്ടിച്ചുവെങ്കിലും മാസങ്ങൾ നീണ്ട അച്ചടക്കമാർന്ന അവരുടെ പരിശീലനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഉറുഗ്വേയുടെ പെർഫോമൻസ് വളരെ നിരാശജനകമായിരുന്നു. ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ പക്ഷേ റൊമേനിയയെ 4-1 കീഴടക്കി ഗംഭീരമായി തന്നെ ഉറുഗ്വേ സെമിസ്ഥാനം ഉറപ്പിച്ചു. ഗ്രൂപ്പ് 4-ൽ അമേരിക്ക, ബെൽജിയം, പരാഗ്വേ എന്നിവരായിരുന്നു എതിരാളികൾ. ചെറുപ്പക്കാരുടെ സംഘവുമായി വന്ന അമേരിക്കയുടെ മുന്നേറ്റമാണ് എല്ലാവരും പ്രവചിച്ചത്. പ്രതീക്ഷയ്ക്കൊത്തുയർന്ന അമേരിക്കൻ ടീം വളരെ എളുപ്പത്തിൽ തന്നെ സെമിയിലേക്ക് മുന്നേറുകയും ചെയ്തു. ഗ്രൂപ്പിലെ 2-ാം മത്സരത്തിൽ പരാഗ്വയ്ക്കെതിരെ അമേരിക്കയുടെ ബെബ് പാറ്റിനോഡ് ലോകകപ്പ് ചരിത്രത്തിലെ ആദ്യ ഹാട്രിക് നേടുകയുണ്ടായി. 10, 15, 30 മിനിറ്റുകളിലാണ് പാറ്റിനോഡ് ഗോൾ വല കുലുക്കിയത്. ആദ്യ സെമിയിൽ അർജന്റീന അമേരിക്കയെ നേരിട്ടപ്പോൾ 2-ാം സെമിയിൽ ഉറുഗ്വേ യുഗോസ്ലാവിയോടാണ് ഏറ്റുമുട്ടിയത്. പവർ പ്ലേയുമായി വന്ന അമേരിക്കയെ അതേ നാണയത്തിൽ തന്നെ അർജന്റീന തിരിച്ചടിക്കുന്നതാണ് 1-ാം സെമിയിൽ കാണാനായത്. അതുകൊണ്ട് തന്നെ കളി അക്രമാസക്തവുമായിരുന്നു. അമേരിക്കയുടെ മിഡ്ഫീൽഡർ റാഫേൽ ട്രേസിയുടെ കാലൊടിയുന്ന ഗുരുതര സ്ഥിതിയിലേക്ക് പോലും കളി കൈവിട്ടുപോയി. ഒടുവിൽ വേഗതയാർന്ന നീക്കങ്ങളിലൂടെ 6-1 എന്ന വലിയ വിജയം നേടിയാണ് അർജന്റീന കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. 2-ാം സെമിയിൽ ഉറുഗ്വേക്ക് വ്യക്തമായ മുൻതൂക്കമുണ്ടായിരുന്നു. എന്നിട്ടും ആദ്യ ഗോൾ നേടിയത് യുഗോസ്ലാവിയായിരുന്നു. എന്നാൽ ഉറുഗ്വേ തങ്ങളുടെ പ്രധാന സ്ട്രൈക്കറായ പെട്രോ സിയയുടെ ഹാട്രിക്കിന്റെ പിൻബലത്തിൽ 1-നെതിരെ 6 ഗോളുകൾ തിരിച്ചടിച്ച് യുഗോസ്ലാവിയെ നിലംപരിശാക്കി. ഈ മത്സരവും വിവാദമാകാൻ ഒരു കാരണമുണ്ടായിരുന്നു. 9-ാം മിനിറ്റിലെ യുഗോസ്ലാവിയയുടെ ഒരു ഗോൾ ഓഫ് സൈഡ് ആണെന്ന് വിധിച്ച് റഫറി നിഷേധിച്ചായിരുന്നു അത്. ആ സമയത്ത് 1-0 എന്ന നിലയിൽ യുഗോസ്ലാവിയ ലീഡ് ചെയ്യുകയായിരുന്നു. ആ ഗോൾ അനുവദിച്ചിരുന്നെങ്കിൽ അവരുടെ ലീഡ് 2-ലേക്ക് ഉയരുമായിരുന്നു. അത് ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ തിരുത്തുമായിരുന്നു എന്നാണ് കളി വിദഗ്ധരുടെ നിരീക്ഷണം. ഈ റഫറിംഗ് വിവാദത്തെ തുടർന്നാണ് 3-ാം സ്ഥാനക്കാർക്കായുള്ള മത്സരത്തിൽ നിന്ന് യുഗോസ്ലാവിയ പിന്മാറിയതെന്നാണ് സ്പോർട്സ് ജേർണലിസ്റ്റും ഹിസ്റ്റോറിയനുമായ
ഹൈദർ ജാവേദ് 2009 പുറത്തിറക്കിയ 4 വീക്സ് ഇൻ മോണ്ടിവീഡിയോ ദ സ്റ്റോറി ഓഫ് വേൾഡ് കപ്പ് 1930 എന്ന തന്റെ പുസ്തകത്തിൽ സമർത്ഥിച്ചത്. ഒരു ചെറിയ തുടക്കം എങ്ങനെയാണ് ലോകത്തിന്റെ സ്പന്ദനമായി മാറിയത് എന്നതിന്റെ ചരിത്രം ഈ പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാനാകും. 1986 ഫിഫയുടെ ടെക്നിക്കൽ കമ്മിറ്റി പുറത്തിറക്കിയ അതുവരെയുള്ള വേൾഡ് കപ്പുകളിലെ ടീമുകളുടെ റാങ്കിങ്ങിൽ 1930 പട്ടികയിൽ അമേരിക്ക 3-ാം സ്ഥാനത്തും യുഗോസ്ലാവിയ 4-ാം സ്ഥാനത്തുമാണ്. നേടിയ ഗോളുകളുടെ വ്യത്യാസത്തിലാണ് ഇത് നിർണയിച്ചത് എന്നാണ് ഔദ്യോഗിക ഭാഷ്യം. 1930 ജൂലൈ 30 മോണ്ടിവീഡിയോയിലെ സെന്റിനേരിയോ സ്റ്റേഡിയത്തിലായിരുന്നു ആദ്യ ലോകകപ്പ് ഫൈനൽ. അയൽക്കാരായ അർജന്റീനയും ഉറുഗ്വേയുമായിരുന്നു എതിരാളികൾ. 1928 ഒളിമ്പിക് ഫുട്ബോൾ ഫൈനലിന്റെ തനിയാവർത്തനമായിരുന്നു ആ മത്സരം. മത്സരം കാണാൻ റയോ ഡെലാ പ്ലാറ്റ നദി കടന്ന് 10,000-കണക്കിന് അർജന്റീനക്കാരാണ് മോണ്ടിവീഡിയോയിൽ അന്ന് എത്തിച്ചേർന്നത്. കളി തുടങ്ങുന്നതിനും 8 മണിക്കൂർ മുൻപ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു. മത്സരം തുടങ്ങുന്നതിന് മുന്നേ ഈ മത്സരവും വിവാദ പട്ടികയിൽ ഇടം പിടിച്ചു. 1-ാം ലോകകപ്പിന് ഫിഫയുടെ ഒരു ഔദ്യോഗിക പന്ത് ഉണ്ടായിരുന്നില്ല. ഉറുഗ്വേയുടെ 11 ടി ഷേപ്ഡ് പാനലുകളാൽ നിർമ്മിച്ച ടി മോഡൽ പന്തും 12 പാനലുകളാൽ തീർത്ത അർജന്റീനയുടെ ടിയാൻതോ പന്തുമാണ് മത്സരങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഫൈനലിൽ 2 രാജ്യങ്ങളും തങ്ങളുടെ പന്തുകൾ ഉപയോഗിക്കണമെന്ന് അവകാശവാദം ഉന്നയിച്ചു. ടോസ് ഇട്ട് എടുത്ത തീരുമാനപ്രകാരം ആദ്യ പകുതിയിൽ അർജന്റീനയുടെ ടിയാൻതോ ബോളും 2-ാം പകുതിയിൽ ഉറുഗ്വേയുടെ ടി മോഡലും ഉപയോഗിച്ച് കളിക്കാനാണ് ഇരു രാജ്യങ്ങളും അന്ന് സമ്മതിച്ചത്. ഫൈനലിൽ ഉറുഗ്വേയുടെ ഫോർവേഡായ പാബ്ലോ ദെറോദയുടെ വലതു പാർശ്വത്തിൽ നിന്നുള്ള ഒരു ലോ ഷോട്ടാണ് ആദ്യം ഗോൾ വല ചലിപ്പിച്ചത്. അപ്പോൾ കളി തുടങ്ങി 12 മിനിറ്റ് പിന്നിട്ടിരുന്നു. 8 മിനിറ്റുകൾക്കകം കാർലോസ് പെസല്ലയിലൂടെ അർജന്റീന സമനില പിടിച്ചു. 37-ാം മിനിറ്റിൽ ടൂർണമെന്റിലെ ഗോളടി വീരനായ ഗിലേർദോ സ്റ്റാബിനിയിലൂടെ അർജന്റീന ലീഡ് നേടി 2-1. സ്റ്റാബിലിയുടെ ടൂർണമെന്റിലെ 8-ാം ഗോളായിരുന്നു അത്. ലീഡ് വഴങ്ങി ഇടവേളയ്ക്ക് പോയ ഉറുഗ്വേ 2-ാം പകുതിയിൽ തങ്ങളുടെ പന്തുമായി കളിക്കളത്തിൽ ഇറങ്ങിയതോടെ കളിയുടെ ഗതി മാറി. 57-ാം മിനിറ്റിൽ പെട്രോസിയയുടെ സമനില ഗോൾ. 66-ാം മിനിറ്റിൽ സാന്റോസ് ഇറിയാർത്ത നേടിയ 3-2 ലീഡ്. ഒടുവിൽ ഫൈനൽ വിസിലിന് തൊട്ടു മുൻപ് 89-ാം മിനിറ്റിൽ സെന്റർ ഫോർവേഡായ കാസ്ട്രോയുടെ ഒരു തകർപ്പൻ ഹെഡർ. അതോടെ അർജന്റീനിയൻ കളിക്കാരുടെ തലകൾ താഴ്ന്നു. 4-2 എന്ന സ്കോറിൽ ഉറുഗ്വേ ആദ്യ ലോകകപ്പ് കിരീടം ഉയർത്തി. ഉറുഗ്വേയുടെ ആഘോഷാരവങ്ങൾ പിറ്റേ പുലരിയിലേക്കും നീണ്ടപ്പോൾ ബ്യൂണസ് ഐറിസിലെ ഉറുഗ്വൻ കോൺസുലേറ്റിന് നേരെ അർജന്റീനൻ ആരാധകർ കല്ലേറ് നടത്തി. വിവാദങ്ങളുടെയും പോരായ്മകളുടെയും അകമ്പടി ഉണ്ടായിരുന്നുവെങ്കിലും തലമുറകളിലേക്ക് കൈമാറുന്ന ഒരു ആവേശമാണ് ആ രാവിൽ പിറവിയെടുത്തത്. ആദ്യ ലോകകപ്പ് ഫുട്ബോളിൽ ഉറുഗ്വേ ക്യാപ്റ്റനായ ഹോസെ നസാസി അല്ല വേൾഡ് കപ്പ് ട്രോഫിയായ യൂൾസ് റിമേ ട്രോഫി ഏറ്റുവാങ്ങിയത്. ഒളിമ്പിക്സിലേതുപോലെ നാഷണൽ അസോസിയേഷനുകളെ വിജയിയായി പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഫുട്ബോളിലും പിന്തുടർന്നത്. അതിനാൽ ഉറുഗ്വേ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റായിരുന്ന റൗൾ ജൂഡാണ് ആദ്യ വേൾഡ് കപ്പ് എടുത്തുയർത്തിയത്. 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം 1950 ക്യാപ്റ്റന്മാർ കപ്പ് ഏറ്റുവാങ്ങുന്ന ചടങ്ങിന് തുടക്കമായത്. 1950 മറക്കാനയിൽ വെച്ച് ബ്രസീലിനെ തോൽപ്പിച്ച് ഉറുഗ്വേയുടെ തന്നെ ക്യാപ്റ്റനായ ഒബ്ദല്ലോ വരേലയാണ് ആ ചരിത്ര നേട്ടം ആദ്യം സ്വന്തമാക്കിയത്. 1930 മുതൽ വേൾഡ് കപ്പ് ട്രോഫിയായി നൽകിയിരുന്നത് ഗ്രീക്ക് ദേവതയായ നൈക്കിന്റെ രൂപം പതിപ്പിച്ച യൂൾസ് റിമേ ട്രോഫിയായിരുന്നു. ലോകകപ്പ് ഫുട്ബോൾ എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവും ഏറ്റവും കൂടുതൽ കാലം ഫിഫ പ്രസിഡന്റുമായിരുന്ന യൂൾസ് റിമയോടുള്ള ആദരസൂചകമായിട്ടാണ് ട്രോഫിക്ക് ആ പേര് നൽകിയത്. 1970 മുതലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഫിഫ ഫുട്ബോൾ വേൾഡ് കപ്പ് ട്രോഫി ഉപയോഗത്തിൽ വന്നത്.
കളിക്കളത്തിന് അകത്തും പുറത്തും വലിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും നിയന്ത്രണങ്ങളുമൊക്കെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും മാറ്റമില്ലാത്ത ഒന്ന് കളിയുടെ ആവേശം തന്നെയാണ്. ലോകമെങ്ങുമുള്ള മനുഷ്യരെ ഏറ്റവും ത്രസിപ്പിക്കുന്ന കായിക മാമാങ്കം ഏതെന്ന ചോദ്യത്തിന് നിസ്സംശയം പറയാവുന്ന ഒരു ഉത്തരമായി ലോകകപ്പ് ഫുട്ബോൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു പന്ത് കറങ്ങിത്തിരിയും പോലെ ഈ ഭൂമി ഉള്ളിടത്തോളം കാലം കാൽപന്ത് കളിയുടെ ആവേശത്തിന് കുറവോ ഫുട്ബോൾ ലോകകപ്പിന്റെ തിളക്കത്തിന് മങ്ങലോ ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പ്. ഓർമ്മകളിൽ ഒരു ഇടം തേടിയുള്ള ഈ യാത്ര നിങ്ങൾക്കൊപ്പം തുടരാനാകുമെന്ന പ്രതീക്ഷയോടെ